ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. 8ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. 2ാമത്തെ അധ്യായമാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. ബംഗാളി സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ധീരബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന നാടകത്തിലെ ചില ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് പറയാം. ബംഗാളി സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ദീനബന്ധു മിത്ര രചിച്ച നാടകത്തിൻ്റെ പേരാണ് നീൽ ദർപ്പൺ. നീൽ ദർപ്പണിലെ കഥാപാത്രങ്ങളാണ് നോബിൻ മാധവ്, ഗോലക് ചന്ദർ ബസു, സാധു ചരൺ. നീലം തോട്ടമുടമകളുടെ ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്തിയ ഒരു നാടകമായിരുന്നു നീൽ ദർപ്പൺ. അപ്പം നീൽ ദർപ്പൺ നാടകത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്തിനൊക്കെയാണ്? നീൽ ദർപ്പൺ നാടകത്തിൽ എന്തിനൊക്കെയാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്നാണ് ഇനി പറയുന്നത്. ചൂഷകർക്കെതിരെ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യകതയെപ്പറ്റി നീൽ ദർപ്പൺ നാടകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ വിദേശാധിപത്യത്തിനെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുള്ള മോചനം, അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഐക്യം എന്നിവയാണ് നീൽ ദർപ്പൺ നാടകത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ചൂഷകർക്കെതിരെ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത, വിദേശാധിപത്യത്തിനെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകത, സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുള്ള മോചനം, അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഐക്യം എന്നിവയൊക്കെയാണ് നീൽ ദർപ്പൺ നാടകത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത്. ബാക്കി ഭാഗം നോക്കാം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പായിട്ട് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായിട്ട് ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ വേർതിരിവ് കാണാൻ കഴിയുമായിരുന്നു. 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെടാൻ തുടങ്ങി. ഈ ഐക്യബോധത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യയിൽ ദേശീയത ശക്തമാകുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങളാണ് ഇനി പറയുന്നത്. സാമ്പത്തിക നയം, പാശ്ചാത്യ വിദ്യാഭ്യാസം, സാഹിത്യവും പത്രങ്ങളും, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഗതാഗതവും വാർത്താവിനിമയവും. അടുത്തത് നമുക്കിവിടെ ബോക്സിൽ കൊടുത്ത ദാദാഭായ് നവറോജിയെ പറ്റിയൊന്ന് നോക്കാം. ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നു എന്ന തൻ്റെ നിരീക്ഷണം, അതായത് ചോർച്ചാ സിദ്ധാന്തം, അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു. ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നു എന്ന നിരീക്ഷണം, അതായത് ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി അവതരിപ്പിച്ച പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് ചോർച്ചാ സിദ്ധാന്തത്തിലെ ചർച്ചാ വിഷയം. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നു എന്ന നിരീക്ഷണം അവതരിപ്പിച്ച ബുക്കാണ് പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി അവതരിപ്പിച്ച പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയിൽ ദേശീയത ശക്തമാക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ പറഞ്ഞിരുന്നു. സാമ്പത്തിക നയം,
പാശ്ചാത്യ വിദ്യാഭ്യാസം, സാഹിത്യവും പത്രങ്ങളും, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഗതാഗതവും വാർത്താവിനിമയവും. അതിലുള്ള സാമ്പത്തിക നയമാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം. സാമ്പത്തിക നയം. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യയെ മാറ്റുകയും ചെയ്തു. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമായി. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്രവിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായി പഠനം നടത്തിയത് ദാദാഭായ് നവറോജി, ആർ.സി. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളായിരുന്നു ഇവർ. അപ്പം നമ്മൾ എന്താ ഇവിടെ പഠിച്ചത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക ചൂഷണമായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക ചൂഷണമായിരുന്നു. അതിനായി ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ ശേഖരിക്കുന്ന ഒരു കോളനിയായും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായിട്ടും ഇന്ത്യയെ മാറ്റി. സാമ്പത്തിക ചൂഷണത്തിനായി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച സാമ്പത്തിക നയങ്ങളുടെ അനന്തര ഫലം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവുമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി പഠനം നടത്തിയ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ആദ്യകാല നേതാക്കന്മാരായിരുന്നു ദാദാഭായ് നവറോജി, ആർ.സി. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ. ഇനി പഠിക്കാനുള്ളത് പാശ്ചാത്യ വിദ്യാഭ്യാസം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി. പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിലേക്ക് വഴിതെളിയിച്ചു. ഇവിടെ നമ്മൾ പഠിച്ചത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കുക, അതേപോലെ ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കുക, ബ്രിട്ടീഷുകാരോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനുണ്ടായ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാട്ടാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായിട്ട് തങ്ങൾക്ക് വിധേയരാക്കാനും ബ്രിട്ടീഷുകാരോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കുക എന്നതുമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇന്ത്യക്കാരിൽ ദേശീയത വളർത്തുന്നതിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം എങ്ങനെയൊക്കെ സഹായകമായി എന്നാണ് ഇനി പറയുന്നത്. പുതിയ ആശയങ്ങളൊക്കെ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെയാണ് ബ്രിട്ടന്റെ കീഴിലായത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കാനും അതിൻ്റെ ആവശ്യകതയെപ്പറ്റി സംസാരിക്കാനും തുടങ്ങി. ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ചിട്ടുള്ള അവബോധം ഇന്ത്യക്കാർക്കുണ്ടായി. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള ഒരു പൊതുഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറുകയും ചെയ്തു. രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് ഇന്ത്യക്കാരെ സഹായിച്ചു. ദേശീയതയുടെ ആവിർഭാവത്തിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഒരു കാരണമായി മാറി. അടുത്തത് പഠിക്കാനുള്ളത് സാഹിത്യവും പത്രങ്ങളും. ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്ക് വഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമൊക്കെ
സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായി മാറി. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരനായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രബീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഇനി പറയുന്നത് പ്രധാന ദേശീയ സാഹിത്യകാരന്മാരും അവരുടെ കൃതികളുമാണ്. ആദ്യത്തേത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ആനന്ദമഠം. ബംഗാളി ഭാഷയിലാണ് ആനന്ദമഠം രചിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. അടുത്തത് രബീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഘോര, ഗീതാഞ്ജലി. ഘോര, ഗീതാഞ്ജലി ബംഗാളി ഭാഷയിലാണ് രചന. ലക്ഷ്മിനാഥ് ബസ്ബറുവയുടെ ആസാമീസ് ഭാഷയിലുള്ള കൃതിയാണ് ജുൻബിരി. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിൽ രചിച്ചതാണ് നിബന്ധമാല. സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് ഭാഷയിലെ കൃതികളാണ് പാഞ്ചാലി ശബദം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് ഭാഷയിലുള്ള കൃതികളാണ് പാഞ്ചാലി ശബദം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. ഭാരതേന്ദു ഹരിശ്ചന്ദ്രയുടെ ഹിന്ദി ഭാഷയിലുള്ള കൃതിയാണ് സത്യ ഹരിശ്ചന്ദ്ര. പ്രേംചന്ദിൻ്റെ ഹിന്ദി ഭാഷയിലുള്ള കൃതികളാണ് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. പ്രേംചന്ദിൻ്റെ ഹിന്ദി ഭാഷയിലുള്ള കൃതികളാണ് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. അൽതാഫ് ഹുസൈൻ ഹാലിയുടെ ഉറുദു ഭാഷയിലുള്ള കൃതികളാണ് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്. അൽതാഫ് ഹുസൈൻ ഹാലിയുടെ ഉറുദു ഭാഷയിലുള്ള കൃതികളാണ് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്. വള്ളത്തോൾ നാരായണ മേനോൻ്റെ മലയാള ഭാഷയിലുള്ള കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളാണ്. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംബാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്ത് ഉൽ അക്ബറും. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. ഇപ്പം ഇവിടെ വായിച്ചതിൽ നിന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇനി പറയുന്നത്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങളാണ് സംബാദ് കൗമുദിയും മിറാത്ത് ഉൽ അക്ബറും. സംബാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ എന്നത് രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളാണ്. ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് സംബാദ് കൗമുദി. പേർഷ്യൻ ഭാഷയിലാണ് മിറാത്തുൽ അക്ബർ പത്രം പുറത്തിറങ്ങിയത്. അപ്പോൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. സംബാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നിവ രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളാണ്. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. കുറച്ച് പത്രങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. ഏത് ഭാഷയിലാണ് എന്നുള്ള കാര്യം കൂടെ പഠിച്ചു വെക്കുക. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലുള്ള ഒരു പത്രമാണ്. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷ. ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രമാണ്. ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ എന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രമാണ്. മാതൃഭൂമി, അൽ അമീൻ എന്നിവ മലയാളം ഭാഷയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷ, ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷ, മാതൃഭൂമി, അൽ അമീൻ എന്നത് മലയാളം ഭാഷയിലുമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ബാക്കി ഭാഗം നോക്കാം. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരായുള്ള പ്രചരണായുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം. ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു. അപ്പോൾ എന്താ പറയുന്നത്? ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരായിട്ടുള്ള ഒരു പ്രചരണായുധമായിട്ടാണ് കണ്ടിരുന്നത്. അതിനാൽ അവ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം. നാട്ടുഭാഷാ പത്ര നിയമത്തിനെ പറ്റി 2-3 പോയിന്റ്സ് പറയാം. ബ്രിട്ടീഷുകാർ 1878 നടപ്പിലാക്കിയ ഒരു നിയമമാണ് നാട്ടുഭാഷാ പത്ര നിയമം.
നാട്ടുഭാഷാ പത്ര നിയമം നിലവിൽ വന്നത് 1878. നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. നാട്ടുഭാഷാ പത്ര നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭാഷകളിലെ പത്രങ്ങളെ നിയന്ത്രിക്കുക, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വിമർശനങ്ങളെ അടിച്ചമർത്തുക എന്നതായിരുന്നു നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ട് ലക്ഷ്യമാക്കിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരുടെയും അവയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. അതിൽ ആദ്യത്തെ ആളാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂതമതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് രാജാറാം മോഹൻ റോയ് ജനിച്ചത് ബംഗാളിലാണ്. 1772 രാജാറാം മോഹൻ റോയ് ജനിച്ചത്. 1772 ബംഗാളിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രാജാറാം മോഹൻ റോയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ്. രാജാറാം മോഹൻ റോയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് ഇനി പറയുന്നത്. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. രാജാറാം മോഹൻ റോയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ അദ്ദേഹം പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ വിഗ്രഹാരാധനയെയും ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെയും പ്രവർത്തിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ഇതാണ് രാജാറാം മോഹൻ റോയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഇനി നമുക്ക് ജ്യോതിറാവ് ഫുലെയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവ് ഫുലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫുലെയും ഒപ്പമുണ്ടായിരുന്നു. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാപാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. പ്രധാന പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. മഹാരാഷ്ട്രയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായിട്ട് പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനിയാണ് ജ്യോതിറാവ് ഫുലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് രൂപം നൽകിയ സംഘടനയാണ് സത്യശോധക് സമാജം. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകാനും ഒക്കെയാണ് സംഘടന പ്രാധാന്യം നൽകിയിരുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ജനത അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മഹാത്മാ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയാണ് സാവിത്രിബായി ഫുലെ. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഇനി നമുക്ക് പണ്ഡിത രമാബായിയെ പറ്റി പഠിക്കാം. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും
വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. പണ്ഡിത രമാബായിയുടെ സ്വദേശം കർണാടകയാണ്. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ചിട്ട് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ നൽകിയ ബഹുമതിയാണ് പണ്ഡിത എന്നത്. ശൈശവ വിവാഹത്തിനെതിരായി നിലകൊണ്ടിരുന്ന ഒരു സാമൂഹിക പ്രവർത്തകയായിരുന്നു പണ്ഡിത രമാബായി. അതേപോലെ തന്നെ വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒട്ടനവധി സ്കൂളുകളും ആരംഭിച്ചു. പണ്ഡിത രമാബായി തൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആരംഭിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജം. ഇത് ഓർത്തു വെക്കുക. പണ്ഡിത രമാബായി തൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആരംഭിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജം. വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ആരംഭിച്ച അഭയകേന്ദ്രമാണ് ശാരദാ സദനം. പണ്ഡിത രമാബായി തൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആരംഭിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജം. അതുപോലെ വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ആരംഭിച്ച അഭയകേന്ദ്രമാണ് ശാരദാ സദനം. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. അതേപോലെ രമാബായി പങ്കെടുത്ത INC സമ്മേളനമാണ് 1889 ബോംബെ സമ്മേളനം. അടുത്ത പഠിക്കാനുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരുമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ഭാഗമാണിത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും. അപ്പം പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകരാണ് മാഡം ബ്ലാവിറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകരാണ് മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജത്തിന്റെ സ്ഥാപകനാണ് വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ സ്ഥാപകനാണ് ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. ഒന്നുകൂടെ പറയാം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരുമാണ് നമ്മൾ പഠിക്കുന്നത്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകരാണ് മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജത്തിൻ്റെ സ്ഥാപകനാണ് വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. SNDPയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു. സ്വാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗതാഗതവും വാർത്താവിനിമയവും. വ്യാപാരം, വ്യവസായം, സൈനികാവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പിത്തപാലും അവർ ആരംഭിച്ചു. ചരക്കു നീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുവാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുത്തുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു. വ്യാപാരത്തിനും വ്യവസായത്തിനും സൈനിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കിയത്. ബ്രിട്ടീഷുകാർ ആരംഭിച്ച ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് റെയിൽവേ, പോസ്റ്റൽ സംവിധാനം, കമ്പിത്തപാൽ എന്നിവ.
ചരക്ക് നീക്കം എളുപ്പത്തിലാക്കുവാനാണ് റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തിയെടുത്തത്. ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ച ബ്രിട്ടീഷുകാരുടെ മറ്റ് പരിഷ്കാരങ്ങളായിരുന്നു ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ എന്നിവ. സാമ്പത്തിക നയം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, സാഹിത്യവും പത്രങ്ങളും, പാശ്ചാത്യ വിദ്യാഭ്യാസം, ഗതാഗതവും വാർത്താവിനിമയവും ഇവയാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങൾ. ഈ ഘടകങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം തൊട്ട് ഇതുവരെ പഠിച്ചത്. ഇനി ബാക്കി ഭാഗം നോക്കാം. രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിൻ്റെ ഫലമായി 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. ആ പ്രസ്ഥാനങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവ പ്രവർത്തിച്ച സ്ഥലങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, ഇവയൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരാണ് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും. ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രവർത്തന കേന്ദ്രം കൽക്കത്തയായിരുന്നു. ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രവർത്തന കേന്ദ്രം കൽക്കത്ത. നേതൃത്വം നൽകിയ ദേശീയ നേതാക്കളാണ് സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദമോഹൻ ബോസ്. അടുത്ത പ്രസ്ഥാനമാണ് മദ്രാസ് മഹാജൻ സഭ. മദ്രാസ് മഹാജൻ സഭയുടെ പ്രവർത്തന കേന്ദ്രമാണ് മദ്രാസ്. മദ്രാസ് മഹാജൻ സഭയ്ക്ക് നേതൃത്വം നൽകിയ നേതാക്കന്മാരാണ് എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. മദ്രാസ് മഹാജൻ സഭ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം മദ്രാസ് ആയിരുന്നു. നേതൃത്വം നൽകിയ നേതാക്കന്മാരാണ് എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. അടുത്ത പ്രസ്ഥാനം നോക്കാം. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. പ്രവർത്തന കേന്ദ്രം ബോംബെ. നേതൃത്വം നൽകിയ നേതാക്കന്മാരാണ് ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്, ബദറുദ്ദീൻ ത്യാബ്ജി. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം ബോംബെ ആയിരുന്നു. നേതൃത്വം നൽകിയ ദേശീയ നേതാക്കളാണ് ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്, ബദറുദ്ദീൻ ത്യാബ്ജി. ഈ പറഞ്ഞ സംഘടനകൾക്കൊന്നും ഒരു അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അവയുടെയൊക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളിലും പ്രവിശ്യകളിലും മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി. ധനികരുടെയും മധ്യവർഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായിട്ട് ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കണം എന്ന ആവശ്യകത മുന്നോട്ട് വന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകതകൾ ശക്തിപ്പെട്ടതിനെ തുടർന്ന് ഒരു അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുകയാണ്. അതാണ് ഇനി പഠിക്കുന്നത്. നോക്കാം. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൽ ഹ്യൂം ആയിരുന്നു. W.C. ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് INC എന്ന ദേശീയ സംഘടനയ്ക്ക് തുടക്കം കുറിച്ച ചരിത്രപ്രധാനമായ സമ്മേളനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപം നൽകിയത്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ആദ്യത്തെ യോഗം നടന്നത്. ആ യോഗത്തിൽ 72 പേരാണ് പങ്കെടുത്തത്. ബാക്കി ഭാഗം നോക്കാം. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇതൊക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു സൗഹൃദ ബന്ധം വളർത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അതിൻ്റെ കൂടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇതൊക്കെയായിരുന്നു INCയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. ഓർത്തു വെക്കുക, പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ഇവിടുന്ന് വരാൻ സാധ്യത കൂടുതലാണ്. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ INCയുടെ വാർഷിക സമ്മേളനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടത്തിപ്പോന്നിരുന്നു. അന്നത്തെ INCയുടെ പ്രധാന നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P. ആനന്ദ ചാർലു, R.C. ദത്ത്, ആനന്ദ മോഹൻ ബോസ് എന്നിവർ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബംഗാൾ വിഭജനം. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയം ഉണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇതുതന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിൻ്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയും എന്നതാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അന്നത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന HS റിസ്ലെയാണ്. ബംഗാൾ വിഭജനം ഡീറ്റെയിൽ ആയി പഠിക്കുന്നതിന് മുന്നേ നമുക്കിവിടെ സർ C. ശങ്കരൻ നായരെ പറ്റി ഒന്ന് നോക്കാം. സർ C. ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയായിരുന്നു സർ C. ശങ്കരൻ നായർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഒന്നുകൂടെ പറയാം, INCയുടെ അധ്യക്ഷനായ ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ സർ C. ശങ്കരൻ നായരാണ്. INCയുടെ അധ്യക്ഷനായിട്ടുള്ള ആദ്യ മലയാളിയാണ് സർ C. ശങ്കരൻ നായർ. സർ C. ശങ്കരൻ നായർ അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനമാണ് 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനം. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ശങ്കരൻ നായർ അധ്യക്ഷനായത്. ആദ്യത്തെ മലയാളിയാണ്. INCയിൽ അധ്യക്ഷനായ ആദ്യത്തെ മലയാളിയാണ് സർ C. ശങ്കരൻ നായർ. ബംഗാൾ വിഭജനത്തിൻ്റെ ബാക്കി ഭാഗം നോക്കാം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായിട്ടുള്ള ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു വാദിച്ചത്. എന്തിനാണ് ബംഗാൾ വിഭജനം നടത്തിയത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അന്ന് നടക്കുന്ന സമരങ്ങളെയൊക്കെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് അധികാരികൾ പലതരത്തിലുള്ള തന്ത്രങ്ങളും പ്രയോഗിച്ചു. അവയിലൊരു പ്രധാനപ്പെട്ട തന്ത്രമായിരുന്നു ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ബംഗാൾ വിഭജനത്തിന് എതിരെ അവർ വാദിക്കുന്നത് ഇങ്ങനെയാണ്. നിലവിലുള്ള ബംഗാൾ എന്ന് പറയുന്നത് ബംഗാൾ പ്രവിശ്യ വളരെ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണം നടക്കണമെങ്കിൽ വിഭജനം അനിവാര്യമാണെന്നുമാണ് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു വാദിച്ചത്. ബംഗാൾ വിഭജനത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? ഐക്യ ബംഗാൾ എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തി ക്ഷയമുണ്ടാകും. അപ്പോൾ അവരുടെ ഭരണത്തിൻ്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനകളെ ദുർബലമാക്കുകയുമാണ് ബംഗാൾ വിഭജനം കൊണ്ട് അവർ ലക്ഷ്യമിട്ടിരുന്നത്. ബംഗാളിനെ എങ്ങനെയാണ് വിഭജിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. ബംഗാൾ വിഭജനം എങ്ങനെയായിരുന്നു? ബംഗാളിനെ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും രണ്ടായിട്ടാണ് വിഭജിച്ചത്. കിഴക്കൻ ബംഗാളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തെ പറ്റിയാണ്. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോനാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട്
ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായിട്ട് മാറി. ഇത് സ്വദേശി പ്രസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടമുണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നതോടുകൂടി ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. അതിനെ തുടർന്ന് കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോറിന്റെ അമർ സോന ബംഗ്ല എന്ന ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചത്. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറുകയും സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ബാക്കി ഭാഗം നോക്കാം. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നാണതിൻ്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി എങ്ങനെയായിരുന്നു? ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവും. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് സ്വാശ്രയമായിരുന്നു. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് സ്വാശ്രയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഓർത്തുവെക്കാം. സ്വദേശി സമരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളാണ് ഇനി പറയുന്നത്. നിരവധി തുണി മില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടവയാണ്. സ്വദേശി സമരത്തിന്റെ ഭാഗമായി ആരംഭിച്ച സ്ഥാപനങ്ങളും അതിന് നേതൃത്വം നൽകിയവരെയാണ് ഇനി പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ബംഗാൾ കെമിക്കൽ സ്റ്റോർ നേതൃത്വം നൽകിയത് ആചാര്യ PC റോയ്. ബംഗാൾ കെമിക്കൽ സ്റ്റോറിന് നേതൃത്വം നൽകിയത് ആചാര്യ PC റോയ്. സ്വദേശി സ്റ്റോറിന് നേതൃത്വം നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ. സ്വദേശി സ്റ്റോർ നേതൃത്വം നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിക്ക് നേതൃത്വം നൽകിയത് വി ചിദംബരം പിള്ള. സ്റ്റീൽ ഫാക്ടറിക്ക് നേതൃത്വം നൽകിയത് ജംഷഡ്ജി ടാറ്റ. ഒന്നുകൂടെ പറയാം. സ്വദേശി സമരത്തിന്റെ ഭാഗമായി ആരംഭിച്ച സ്ഥാപനങ്ങളും നേതൃത്വം നൽകിയവരെയാണ് പറയുന്നത്. ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആചാര്യ PC റോയ് ആണ് നേതൃത്വം നൽകിയത്. സ്വദേശി സ്റ്റോറിന് നേതൃത്വം നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിക്ക് നേതൃത്വം നൽകിയത് വി ചിദംബരം പിള്ള. സ്റ്റീൽ ഫാക്ടറിക്ക് നേതൃത്വം നൽകിയത് ജംഷഡ്ജി ടാറ്റ. സുരേന്ദ്രനാഥ ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് നൽകിയ വിവരണമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഒന്ന് കേട്ടിരിക്കാം. കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നതുപോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അന്ന് വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ പലരും മടക്കി നൽകി. ദേവന്മാർക്ക് നിവേദ്യമായിട്ട് വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുന്നതിൽ നിന്ന് പുരോഹിതന്മാർ മാറി നിന്നു. വിദേശ വസ്തുവായ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കാനും അതിഥികൾ വിസമ്മതിച്ചു. ഇത്തരം പ്രചാരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം
സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയതയിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചെലുത്തിയ സ്വാധീനങ്ങളെ പറ്റിയാണ്. എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത്? വിവിധ പ്രചാരണ പരിപാടികളിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പങ്കാളികളായി മാറി. ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെടാൻ തുടങ്ങി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിക്കാനും സ്വാതന്ത്ര്യ സമരത്തിന് സ്വദേശി എന്ന പുതിയ സമരമാർഗം സംഭാവന ചെയ്യാനും സാധിച്ചു. ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചത് സ്വദേശി പ്രസ്ഥാനമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മിതവാദികളും തീവ്രവാദികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത്. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. പ്രധാനപ്പെട്ട മിതവാദി നേതാക്കളായിരുന്നു ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവർ മിതവാദി നേതാക്കളായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊന്നും മിതവാദികൾ തയ്യാറായിരുന്നില്ല. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയൊക്കെയാണ് മിതവാദികൾ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചത് മിതവാദികളെ പറ്റിയിട്ടാണ്. മിതവാദിയിലെ പ്രധാന നേതാക്കന്മാരാണ് ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ബ്രിട്ടീഷുകാർക്കെതിരെ മിതവാദികൾ പ്രത്യക്ഷ സമരത്തിനൊന്നും തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെ സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയൊക്കെയാണ് അവർ തങ്ങളുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവരാണ് തീവ്രദേശീയവാദികൾ എന്നറിയപ്പെടുന്നത്. പ്രധാന തീവ്രദേശീയവാദികളാണ് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. തീവ്രദേശീയവാദികളുടെ പ്രവർത്തന രീതികൾ മിതവാദികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. സ്വദേശി, ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികളാണ് തീവ്രദേശീയവാദികൾ സ്വീകരിച്ചിരുന്നത്. പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്നാണ് തീവ്രദേശീയവാദികൾ വാദിച്ചിരുന്നത്. അപ്പം മിതവാദി നേതാക്കന്മാരാരൊക്കെയായിരുന്നു? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. തീവ്രദേശീയവാദികളാണ് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് മിതവാദികൾ തയ്യാറായിരുന്നില്ല. എന്നാൽ പ്രത്യക്ഷ സമരരീതിയിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്നാണ് തീവ്രദേശീയവാദികൾ വാദിച്ചിരുന്നത്. സമാധാനപരവും രക്തരഹിതവുമായ ആശയങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയുമാണ് മിതവാദികൾ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ തീവ്രദേശീയവാദികളുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് മിതവാദികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. സ്വദേശി, ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങളാണ് തീവ്രദേശീയവാദികൾ നയിച്ചിരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അശ്വിനി കുമാർ ദത്തിനെ കുറിച്ചാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധികൾ മറ്റും മൂലം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു സ്വദേശി ബാന്ധവ് സമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്നുകൂടെ പറയാം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായിട്ട് പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളിൽ പ്രധാനപ്പെട്ടതാണ് സ്വദേശി ബാന്ധവ് സമിതി. സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് അശ്വിനി കുമാർ ദത്താണ്. സ്വദേശി ബാന്ധവ് സമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്
സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധികളും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവതാണ്. സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് അശ്വിനി കുമാർ ദത്താണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂററ്റ് പിളർപ്പിനെ കുറിച്ചാണ്. മിതവാദികളുടെയും തീവ്രദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക എന്നതുപോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിന്റെ പിളർപ്പിലേക്ക് നയിച്ചു. കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്രദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണമാണ്. ആഘാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാകുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത്. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായി. സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് ആഘാഖാൻ. ആഘാഖാന്റെ നേതൃത്വത്തിലാണ് സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം നടന്നത്. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മിന്റോ മോർലി പരിഷ്കാരമാണ്. 1909 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് മിന്റോ മോർലി പരിഷ്കാരം. ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നറിയപ്പെടുന്നത് മിന്റോ മോർലി പരിഷ്കാരമാണ്. അന്നത്തെ ഇന്ത്യൻ വൈസ്രോയിയായ മിന്റോ പ്രഭുവും പുതിയ സ്റ്റേറ്റ് സെക്രട്ടറിയായ ജോൺ മോർലിയും സംയുക്തമായിട്ട് നടപ്പിലാക്കിയ ഒരു ഭരണ പരിഷ്കാരമാണ് മിന്റോ മോർലി പരിഷ്കാരം. അതുകൊണ്ടാണ് ഇത് മിന്റോ മോർലി എന്നറിയപ്പെടാൻ കാരണം. ഈ പരിഷ്കാരത്തിലൂടെ ബ്രിട്ടീഷുകാർ ലക്ഷ്യമിട്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ മിതവാദികളെ അനുകൂലിച്ചുകൊണ്ട് തീവ്രദേശീയവാദികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതാണ്. മുസ്ലിം വിഭാഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയമാണ് ഇവിടെ അവർ പ്രയോഗിച്ചത്. വർഗീയതയെ വളർത്തുന്നതിലും ഈ പരിഷ്കാരം വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടിനെ പറ്റിയാണ്. സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്രദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഇവരാണ് ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത്. അപ്പം ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടിൽ പെട്ടവരാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. ബംഗാൾ വിഭജനവും മിന്റോ മോർലി പരിഷ്കാരവുമാണ് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണങ്ങൾ. ഇനി പഠിക്കാനുള്ളത് ഹോം റൂൾ ലീഗാണ്. 1914 ആരംഭിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് ഹോം റൂൾ ലീഗ്. 1914 ആണ് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചത്. 1914 ആരംഭിച്ച ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് ഹോം റൂൾ ലീഗ്. ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത് ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ്. ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടിയ ഒരു സംഘടനയായിരുന്നു. ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഹോം റൂൾ അഥവാ സ്വയം ഭരണം എന്നാണ്. ഹോം റൂൾ ലീഗിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വയം ഭരണമാണ്. ഹോം റൂൾ ലീഗിന്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും അതിൻ്റെ ശാഖകൾ പല ഭാഗങ്ങളിലും സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ആനി ബസന്റ് അധ്യക്ഷയായ കോൺഗ്രസ് സമ്മേളനമാണ് 1917 കൽക്കത്ത സമ്മേളനം. 1917 കൽക്കത്ത സമ്മേളനത്തിലാണ് ആനി ബസന്റ് കോൺഗ്രസിന്റെ അധ്യക്ഷയായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത എന്നറിയപ്പെടുന്നത് ആനി ബസന്റ് ആണ്. INCയിൽ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. ഇത് ഓർത്ത് വെക്കണേ.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് 1916 ലക്നൗ സമ്മേളനമാണ്. 1916 നടന്ന ലക്നൗ സമ്മേളനത്തിൻ്റെ പ്രത്യേകത നോക്കാം. 1916 കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിൽ വെച്ചിട്ടാണ്. 1916 കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ലക്നൌവിൽ വെച്ചിട്ടാണ്. ലക്നൗ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു എന്നതാണ്. 1916 ലക്നൗ സമ്മേളനത്തിലൂടെയാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത്. INCയും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും 1916 ലക്നൗ സമ്മേളനത്തിലാണ്. അപ്പോൾ 1916 കോൺഗ്രസ് വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിൽ വെച്ചിട്ടാണ്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. INCയും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും 1916 ലക്നൗ സമ്മേളനത്തിലൂടെയാണ്. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് വിപ്ലവ സംഘടനകളും അതിന് നേതൃത്വം നൽകിയവരെയാണ്. അതിൽ ആദ്യത്തെ സംഘടനയാണ് അനുശീലൻ സമിതി. അനുശീലൻ സമിതി പ്രവർത്തനം നടത്തിയിരുന്ന സ്ഥലമാണ് ബംഗാൾ. ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നവരാണ് സചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. ബംഗാളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വിപ്ലവ സംഘടനയായിരുന്നു അനുശീലൻ സമിതി. അനുശീലൻ സമിതിക്ക് നേതൃത്വം നൽകിയിരുന്നത് സചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷുമാണ്. അടുത്ത സംഘടനയാണ് മദ്രാസ് പ്രവർത്തന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന വിപ്ലവ സംഘടനയാണ് ഭാരത് മാതാ അസോസിയേഷൻ. ഭാരത് മാതാ അസോസിയേഷന് നേതൃത്വം നൽകിയിരുന്നവരാണ് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. അതുപോലെ തന്നെ മറ്റൊരു സംഘടനയാണ് ബംഗാൾ പ്രവർത്തന കേന്ദ്രമായിട്ട് ആരംഭിച്ച ഒരു വിപ്ലവ സംഘടനയാണ് യുഗാന്തർ പാർട്ടി. യുഗാന്തർ പാർട്ടിക്ക് നേതൃത്വം നൽകിയിരുന്ന നേതാക്കന്മാരാണ് റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. അടുത്ത സംഘടനയാണ് ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലാല ഹർദയാൽ. അമേരിക്കയായിരുന്നു പ്രവർത്തന സ്ഥലം. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന അധ്യായത്തിലൂടെ നമ്മൾ പഠിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ഈ ചാപ്റ്ററിനൊക്കെ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാം. ഇതിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.